ആന എഴുന്നള്ളിപ്പിൽ ഹൈക്കോടതിക്ക് സുപ്രീം കോടതിയുടെ വിമർശനം. ആന എഴുന്നള്ളത്ത് സംസ്കാരത്തിന്റെ ഭാഗമെന്ന് സുപ്രീം കോടതി. ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. കേസ് സുപ്രീം കോടതിയിലേക്ക് മാറ്റണമെന്ന ആവശ്യവും അംഗീകരിച്ചില്ല. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, ഒരർത്ഥത്തിൽ ഹൈക്കോടതിക്ക് വലിയ തിരിച്ചടിയാണ് ഈ വിഷയത്തിൽ സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. ഒരു ദുരുപദേശത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് ഹൈക്കോടതി ഈ ആന എഴുന്നള്ളത്തിന്റെ കാര്യത്തിൽ വളരെ ഭിന്നമായ ഒരു നിലപാടെടുക്കുന്നത്. ആന എഴുന്നള്ളിപ്പിന് വലിയ കർശനമായ നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവരുന്നതിന് പിന്നിൽ ഒരു ദുഷ്ടലാക്കുണ്ട് എന്ന് അന്നേ വിമർശനം ഉയർന്നതാണ്. അതാണ് ഇപ്പോൾ സുപ്രീം കോടതി വളരെ കൃത്യമായി വ്യക്തമാക്കുന്നത്. വിവരങ്ങൾ. സിനിമ ഉത്സവങ്ങളിൽ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട നിർണായകമായ നിരീക്ഷണവും നടപടിയുമാണ് ഇപ്പോൾ രാജ്യത്ത് പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. ഇതിൽ ആന എഴുന്നള്ളിപ്പ് പൂർണ്ണമായും തടയാനുള്ള നീക്കമാണ് കേരള ഹൈക്കോടതി നടത്തുന്നത് എന്ന നിരീക്ഷണം സുപ്രീം കോടതി നടത്തിയിട്ടുണ്ട്. ഒപ്പം ആന എഴുന്നള്ളിപ്പ് പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ചരിത്രപരമായ സംസ്കാരത്തിന്റെ ഭാഗമാണ് എന്ന കാര്യം കൂടി ജസ്റ്റിസുമാരായ BV നാഗരത്നയും സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരടങ്ങിയ ബെഞ്ച് വാക്കാൽ അഭിപ്രായപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നീലിമ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയതുപോലെ ഉത്സവങ്ങളിൽ ആന എഴുന്നള്ളിപ്പ് പൂർണ്ണമായും തടയുന്നതിനുള്ളൊരു നടപടികളിലേക്ക്, അതിന്റെ പ്രാരംഭഘട്ടത്തിലേക്ക് കേരള ഹൈക്കോടതി കടക്കുകയും അതിനായി കർശന നിയന്ത്രണങ്ങൾ, നാട്ടാനകളുടെയും സർവേ എടുക്കുന്നതും ഒപ്പം ഉത്സവത്തിന് ആന എഴുന്നള്ളിപ്പിനായി കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിലൂടെ ഇത്തരത്തിൽ ആന എഴുന്നള്ളിപ്പ് പൂർണ്ണമായും തടയാനുള്ള ഒരു നീക്കവും നടപടികളും കേരളത്തിൽ ആരംഭിച്ചിരുന്നു. അതിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ ഒരു വിഷയത്തിൽ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള നടപടികളെ വിമർശിച്ചുകൊണ്ടുകൂടിയാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്യുകയും ഇത്തരത്തിൽ നിർണായകമായ ചില നിരീക്ഷണങ്ങൾ ബെഞ്ച് നടത്തുകയും ചെയ്തിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനം ആന എഴുന്നള്ളിപ്പ് എന്നുള്ളത് ചരിത്രപരമായ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ്. അത് പൂർണ്ണമായും തടയാനാകുന്നതല്ല, അല്ലെങ്കിൽ അതിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിന് പകരം അത് പൂർണ്ണമായും തടയാനാണ് ഹൈക്കോടതി ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഇടക്കാല ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്യുകയാണ് എന്ന് വളരെ വ്യക്തമായി കോടതി ചൂണ്ടിക്കാട്ടുന്നു. ഒപ്പം ഈ വിഷയവുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീം കോടതിയിലേക്ക് മാറ്റണം എന്നൊരു ആവശ്യം കൂടി കോടതിക്ക് മുൻപിലേക്ക് വന്നിരുന്നു. എന്നാൽ അത്തരത്തിലൊരു നടപടിയുടെ ആവശ്യമില്ല. അതിൽ നിലവിൽ സുപ്രീം കോടതി ഇടപെടേണ്ടതില്ല. കേസ് പരിഗണിക്കേണ്ടത് കേരള ഹൈക്കോടതി തന്നെയാണ്. ആ ഹർജി പിൻവലിക്കാനും സുപ്രീം കോടതി അനുമതി നൽകിയിട്ടുണ്ട്. കേസ് തുടർന്ന് പരിഗണിക്കുക ഹൈക്കോടതി തന്നെയായിരിക്കും. പക്ഷെ ആ വിഷയത്തിലും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയത് ഒരു വളർത്തുനായ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് സ്വമേധയാ എടുത്ത കേസിലാണ് ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ ഹൈക്കോടതി പുറപ്പെടുവിച്ചിട്ടുള്ളത്. ആ കേസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഹൈക്കോടതി തന്നെ പരിഗണിക്കേണ്ടതാണ്. ഒരു നായ കൊല്ലപ്പെട്ടതുമായി എടുത്ത കേസിലാണ് പിന്നീട് ആ ഒരു കേസ് ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങളിലേക്ക് ഇവരെ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ആ ഇടക്കാല ഉത്തരവ് നിലവിൽ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ആന എഴുന്നള്ളിപ്പ് ചരിത്രപരമായ സംസ്കാരത്തിന്റെ ഭാഗമാണ് എന്ന കാര്യം കൂടി സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ്. നീലിമ. ശരി ജിഷ്ണു, ഒരു നായയുടെ പ്രശ്നത്തിലെടുത്ത കേസ് എങ്ങനെ ആന എഴുന്നള്ളിപ്പിലേക്ക് എത്തി, അതിലെ വലിയ നിയന്ത്രണങ്ങളിലേക്ക് എങ്ങനെ ഹൈക്കോടതി എത്തിയെന്ന അതിരൂക്ഷമായ വിമർശനം തന്നെയാണ് സുപ്രീം കോടതി ഹൈക്കോടതിക്ക് നേരെ ഉന്നയിച്ചിരിക്കുന്നത്. വിവരങ്ങളാണ് ജിഷ്ണു കൃഷ്ണൻ ഡൽഹിയിൽ നിന്നും പങ്കുവച്ചത്.